തീർച്ചയായും അവിടെ ആ മണ്ണിൽ ചവിട്ടി നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് നിഷാദിന് തോന്നുന്നത്, നിഷാദിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന വൈകാരികമായ അങ്ങേയറ്റം വേദനാജനകമായ തോന്നലുകളുമൊക്കെ നിഷാദിൻ്റെ വിവരണങ്ങളിലുണ്ട്. അപ്പോൾ മുണ്ടക്കൈയിൽ പോയിരുന്നു നിഷാദ്. ഞാൻ ആ സമയത്ത് സംസാരിക്കുകയും ചെയ്തിരുന്നു. മുണ്ടക്കൈ എന്ന നാടിനൊപ്പം ആ കവലയും പാടെ അപ്രത്യക്ഷമായ ഒരു ചിത്രവും കൂടി നിഷാദ് നേരിട്ട് കണ്ട ഒരാളും കൂടിയാണല്ലോ. അപ്പോൾ ആ മുണ്ടക്കൈ കവലയിലെ പള്ളിയും അമ്പലവും കുറേയേറെ കടകളും വൈകുന്നേരങ്ങളിൽ അവിടെ ഇരുന്ന് തമാശ പറഞ്ഞിരുന്ന കുറേ അധികം മനുഷ്യരുമൊക്കെ മണ്ണിലാണ്ടുപോയി. അപ്പോൾ ഒരു നാടപ്പാടെ മണ്ണിലാണ്ടുപോയ, അപ്രത്യക്ഷമായി പോയ, നമുക്ക് മുന്നിൽ സമാനതകളില്ലാത്ത ഒരു കാഴ്ചയാണല്ലോ. അപ്പോൾ ഈ മുണ്ടക്കൈയൊക്കെ തിരിച്ചെടുക്കുക എന്നുള്ളത്, അങ്ങനെ ഒരു നാടിനെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ എത്ര കണ്ട് അസാധ്യമായ ഒന്നായിരിക്കും നിഷാദ്? സൈഫു, നമ്മളൊരു ദുരന്തമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആലോചിക്കുക അവിടെ പുനരധിവാസം എങ്ങനെ സാധ്യമാക്കാം, തകർന്നു പോയവയൊക്കെ എങ്ങനെ വീണ്ടെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. മുണ്ടക്കയുടെ കാര്യത്തിൽ ഭൂമിശാസ്ത്രപരമായി അങ്ങനെയൊന്നും ഇപ്പോൾ ഇല്ല. നമുക്കറിയാവുന്ന ഒരു മുണ്ടക്കൈ, ഞാൻ അവിടെ രാവിലെ പോയപ്പോൾ അവിടുത്തെ ഒരു രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആളോട് സംസാരിക്കണം. അയാളുടെ ബിൽഡിംഗ് തൊഴിലാളിയാണ്, അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ ആയി സമീപ ദിവസങ്ങളിലും വന്നയാളാണ്. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് പരിചയമുള്ള ഒരു മുണ്ടക്കൈ ഞാനിവിടെ കാണുന്നില്ല. മുണ്ടക്കൈ ഇതാണ് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങളിവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നു. കാരണം അവിടെ കടകളുണ്ടായിരുന്നു, അതിൻ്റെ പിമ്പിൽ വീടുകളുണ്ടായിരുന്നു, ആ വീടുകൾക്ക് ചുറ്റും ആളുകളുണ്ടായിരുന്നു. ഇതൊന്നും അവിടെ കാണാനില്ല. വന്ന് കയറുമ്പോൾ തന്നെ കാണുന്നത് മുമ്പിലുള്ള രണ്ട് പ്രധാനപ്പെട്ട കടകളും വീടുകളും തകർന്നു കിടക്കുന്നു. അവിടെ നിന്ന് വളരെ പെട്ടെന്ന് ബോഡികൾ കിട്ടുന്നു എന്നതാണ്. അപ്പോൾ ഈ മുണ്ടക്കൈ എന്ന് പറഞ്ഞ കവല എന്നേ പറയാൻ കഴിയൂ, അത്രയേ ഉള്ളൂ. അത് 3-4 കടകളൊക്കെ ഉള്ള ഒരു ജംഗ്ഷനാണ്, ചെറിയ റോഡാണ്. മുകളിലേക്ക് പോകുന്ന പുഞ്ചിരിമറ്റത്തേക്ക് പോകുന്ന ഒരു റോഡും പിന്നെ അകത്തേക്ക് പോകുന്ന മറ്റൊരു റോഡും, ഒരു ചെറിയ ജംഗ്ഷൻ, ഒരു കവലയാണ്. ഇവരുടെ ശരിക്കും പറഞ്ഞാലുള്ള ജംഗ്ഷൻ നമ്മൾ പറഞ്ഞ അവിടെ നിന്ന് ഒരു 3.5 കിലോമീറ്റർ താഴേക്ക് വന്നാൽ ചൂരൽ മലയാണ്. നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റേഷൻ ചൂരൽ മലയിലാണ്. ചൂരൽ മലയിലെ ആ പാലം കടന്ന് ഇവിടെ ജംഗ്ഷനിലേക്ക് വന്ന ഇതാണ്. ഇപ്പോൾ അതിൻ്റെയും എക്സിസ്റ്റൻസ് പ്രശ്നമാണ്. കാരണം അവിടെ നിന്ന് ആളുകൾ വരാനില്ലാത്ത, ഇടപെടാനില്ലാത്ത, കച്ചവടം നടത്താനില്ലാത്ത ഒരു സ്ഥലത്ത് എങ്ങനെയാണ് അത് ജീവിക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഈ ജംഗ്ഷൻ റീക്രിയേറ്റ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ കാരണം ആ വീടും സ്ഥലങ്ങളും ഒക്കെ നിന്നിരുന്ന മണ്ണ് പോയി എന്നതാണ് സേഫ്. അതായത് ആളുകൾക്ക് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ചിലപ്പോൾ അവരുടെ ആധാരത്തിൽ അവർക്ക് കയ്യിലുള്ള സ്വത്തിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. പക്ഷെ ആ മണ്ണ് ഇന്നിവിടെ ഇല്ല എന്നാണ് നമ്മൾ കാണേണ്ട കാര്യം. ആ മണ്ണ് മഹാഗർത്തമാക്കപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ആ മണ്ണ് നിറയെ കൂറ്റൻ കരിങ്കൽ പാളികൾ വന്ന് നിറഞ്ഞിരിക്കുന്നു. എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചാൽ പോലും മാറ്റാൻ അങ്ങേയറ്റം പ്രയാസമുള്ള. അവിടെ ഒരു മസ്ജിദുണ്ട്, ആ ജംഗ്ഷനിൽ ഒരു മസ്ജിദുണ്ട്. ആ മസ്ജിദിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ഓടയുടെ മുന്നിൽ ഒരു കല്ലിൽ തട്ടി ഒരു വലിയ പാറക്കഷ്ണം നിൽപ്പുണ്ട്. ആ പാറക്കഷ്ണത്തിന് 8 അടിയാണ് ഉയരം. എന്ന് പറഞ്ഞാൽ 6 അടി 4 ഇഞ്ചുള്ള എന്നേക്കാൾ ഉയരമുള്ള 8 അടിയുള്ള വലിയ പാറക്കല്ല്. അപ്പോൾ അവിടുത്തെ പോലീസ് ഓഫീസർ പറയണം, ഈ ഇങ്ങനെ ഒരു പാറക്കല്ല് ഫ്ലോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഫോഴ്സിൽ വെള്ളം വരണം. അപ്പോൾ താഴെ നിന്നാണ് വന്നിരിക്കുന്നത്. അതിന് തൊട്ട് താഴെ ഒരു മഹാഗർത്തം രൂപപ്പെട്ട, ആ ഗർത്തമാണ് ചൂരൽമലയിലേക്ക് താഴേക്ക് 3.5 കിലോമീറ്റർ വന്നിട്ടുള്ളത്. അതിന് മുകളിലേക്ക് വെള്ളം അടിച്ചു കയറി വന്ന് 2 നിലയിലുള്ള പള്ളി മുഴുവൻ മുക്കി അതിനകത്ത് രാത്രി ഉറങ്ങിക്കിടന്ന പള്ളി ഇമാമിനെ കോരി എടുത്തുകൊണ്ട് പോയി. താഴെ 4 കിലോമീറ്റർ താഴെ ചൂരൽമലയിൽ നിന്നാണ് ആ ഇമാമിൻ്റെ മൃതദേഹം പിന്നീട് കണ്ടെടുക്കുന്നത്. അവിടെയുള്ള പല ആളുകളെയും കണ്ടെടുത്തത്, അവിടെ നിന്ന് വീണുപോയ ഒരു വൃദ്ധനെ കണ്ടെടുത്തത് ചാലിയാറിലാണ് എന്നോർക്കണം. അപ്പോൾ ആ ഭൂമി തകർന്നു. നമ്മളവിടെ പോയി നിന്നാൽ അവിടെ ഒരു സീതക്കുണ്ട് എന്ന് പറഞ്ഞ ഒരു ചെറിയ ബണ്ട് പോലൊരു സംവിധാനം ഉണ്ടായിരുന്നു. അവിടെ വന്നാണ് ആദ്യത്തെ ഉരുൾപൊട്ടലിൽ വെള്ളം വന്ന് നിൽക്കുന്നത്. അപ്പോഴാണ് ഇവർ പുറത്തിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത്. അടുത്തത് പെട്ടെന്ന് സംഭവിച്ചു. അടുത്തത് സീതക്കുണ്ടിൽ വന്ന് നിന്ന് ആ വെള്ളം ഇപ്പുറത്തേക്ക് ഇടിച്ചു കയറി ഒരു ടോട്ടൽ ഏരിയയെ മൊത്തം എടുത്തുകൊണ്ട് താഴേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു വലിയ കായൽ, നമ്മൾ വെള്ളം വറ്റിപ്പോയ ഒരു കായൽ കണ്ടാൽ എങ്ങനെ ഇരിക്കും, ആഴമുള്ള ഒരു കായൽ, അതുപോലെ ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ചൂരൽമല. ആ മലയിൽ നമുക്ക് കാണാം 2 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് തകർന്ന് വീണിക്കുന്നത് വെള്ളം പറ്റിപ്പോയ ഒരു കായൽ പോലെയാണ്. അപ്പുറത്ത് നിബിഡ വനമാണ്, അവിടെ നിന്നുള്ള മരങ്ങളും കടപുഴകി പോയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, പുതിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. ഒന്നാമത്തേത് ഇൻ ടെക്നിക്കൽ നോക്കിയാൽ. രണ്ടാമത്തേത് അവിടെ താമസിക്കുക എന്ന് പറയുന്നത് ഇനിയും മണ്ണിടിയാൻ സാധ്യതയുള്ള അപ്പോൾ അവിടെ സംസാരിക്കുന്ന നമ്മോട് തന്നെ ഇന്നിപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ട്, ഞായറാഴ്ച ഞങ്ങൾക്കൊരു സൂചന കിട്ടിയിരുന്നു. തിങ്കളാഴ്ച രാത്രിയായി, ചൊവ്വാഴ്ച പുലർച്ചെയായപ്പോൾ ആദ്യത്തെ പൊട്ടി അതിൻ്റെ ശബ്ദം അവർ കേട്ടു. ചില ആളുകളൊക്കെ മാറി താമസിച്ചു. ചില ആളുകൾ അവിടെ നിന്ന് വീട്ടിൽ പ്രായമായവരെയും കൊണ്ട് പോകാൻ, മാനസിക പ്രശ്നമുള്ളവരെയും കൊണ്ടൊക്കെ പോകാനുള്ള മടി കൊണ്ട് നാളെ മാറാം, ഇനി പൊട്ടില്ല എന്ന് വിചാരിച്ചു. പക്ഷേ നിമിഷാർദ്ധം കൊണ്ട് അടുത്തത് വന്നു. അടുത്തത് ഏറ്റവും ഭയാനകമായ വരവായിരുന്നു. ആ വരവിൽ ആദ്യത്തെ ശബ്ദം കേട്ടും ഞായറാഴ്ചത്തെ സൗണ്ട് കേട്ടും ഒക്കെ സുരക്ഷിതമെന്ന പേരിൽ അവിടുത്തെ ഉയരം കൂടിയ പ്രദേശത്തേക്ക് മാറി താമസിച്ചവരുണ്ട്. ആ മാറി താമസിച്ചവർക്ക് പോലും രക്ഷയുണ്ടായില്ല. എന്നാൽ മറ്റ് സ്ഥലത്തെ ചില വീടുകൾ രക്ഷപ്പെടുകയും ചെയ്തു. ആ മാറി താമസിച്ച സ്ഥലത്തേക്ക് ഉയരത്തിലേക്ക് വെള്ളം കടന്നു. അപ്പോൾ അത്രയും ഉയരത്തിൽ മലവെള്ളം വന്നു പോകുമോ എന്ന് നമ്മൾ അവിടെ നിന്നാൽ ഈ മലവെള്ളം ഉണ്ടാക്കിയ ഓരോ ബിൽഡിങ്ങിനുണ്ടാക്കിയ മാർക്കുണ്ട്.
മാർക്കുണ്ട്. ആ മാർക്ക് കണ്ടാൽ നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. കാരണം അത്രയും ഉയരത്തിൽ വെള്ളം വന്ന് നിറയുക, കല്ലുകൾ കൊണ്ടുവരിക, അങ്ങനെ ഒരു പ്രദേശത്തെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. അവിടേക്ക് തിരിച്ചു പോവുക. ഒന്നാമത് 3.5 കിലോമീറ്റർ തേയിലത്തോട്ടത്തിനകത്തൂടെ മനോഹരമായ സഞ്ചാരപാതയാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്, ടൂറിസ്റ്റുകളുടെ പ്രധാനപ്പെട്ട സ്പോട്ടുകളിൽ ഒന്നായിരുന്നു. അതുവഴി കടന്ന് ചെല്ലുന്നത് പക്ഷേ സൈഫു നമ്മളൊരു മരണത്തിൻ്റെ താഴ്വരയിലേക്കാണ്. അവിടേക്ക് നടന്ന് പോകുമ്പോൾ ഓരോ വളവ് കഴിയുമ്പോഴും തൊട്ടപ്പുറത്താണോ മുണ്ടക്കൈ എന്ന് നമ്മൾ ഭയത്തോടെ നോക്കും. തകർന്ന് കിടക്കുന്ന തരിപ്പണമായ ശ്മശാന ഭൂമിക ഭയന്നാണ് നമ്മൾ അവിടേക്ക് ചെല്ലുക. അവസാനം അത് കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഹൃദയം എന്ന് പറയുന്ന സംഗതി മരവിച്ചു പോകും. നമ്മുടെ നട്ടലിലൂടെ ഒരു തരിപ്പ് കയറും അത് കാണുമ്പോൾ. അവിടെയുള്ള മനുഷ്യരെങ്ങനെയാണ് ആ ദുരന്തത്തിൻ്റെ രാത്രി അതിജീവിച്ചത് എന്ന് നമുക്ക് ആലോചിക്കാൻ കൂടി കഴിയില്ല. അത്ര ഭയാനകം. അതുകൊണ്ട് അവിടേക്ക് മടങ്ങിപ്പോകുന്നതിനെക്കുറിച്ച് ആരും ആലോചിക്കാതിരിക്കട്ടെ എന്ന് നമ്മൾ പറയും.